പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് നീത. ഇതെൻ്റെ ഹസ്ബൻഡ് ജനേഷ്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരിൽ രണ്ടാമതും നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ അനുവദിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വളരെയധികം നന്ദി പറയുന്നു. ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത്, എൻ്റെ ജോലി മേഖലയിൽ എനിക്കുണ്ടായിരുന്ന ഒരു പ്രതിസന്ധിയും അത് എനിക്ക് തരണം ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ഞാൻ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് എല്ലാ വർഷവും പെർഫോമൻസ് അപ്രൈസൽ അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് എൻ്റെ പുതിയതായി വന്ന മാനേജർ എനിക്ക് വളരെ ലോ റേറ്റിംഗ് തന്നു. അത് ആ ലോ റേറ്റിംഗിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ പ്രൊമോഷൻ, പിന്നെ നമുക്ക് കിട്ടാനുള്ള ഇൻക്രിമെൻറ്റ്, വേറെ പുതിയ പ്രോജക്റ്റ്, ഇതിനെല്ലാം ഇമ്പാക്റ്റ് ചെയ്യും. ഞാൻ ആക്ച്വലി 5 ഇയേഴ്സ് സെയിം പ്രോജക്റ്റിലായിരുന്നു. ഞാൻ എൻ്റെ ക്ലയൻറ്റൊക്കെ ആയിട്ട് നല്ല റിലേഷൻഷിപ്പിലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു എൻ്റെ ആ ഏരിയ ഹാൻഡിൽ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു റേറ്റിംഗ് എനിക്ക് വളരെയധികം ഡിഫിക്കൽട്ട് ഉണ്ടായി അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ എൻ്റെ ഇമ്മീഡിയറ്റ് മാനേജറിനും സൂപ്പർ മാനേജേഴ്സിനൊക്കെ ഞാൻ ഈ ഒരു പ്രതിസന്ധി ഉണ്ടായത് മൂലം ഞാൻ മീറ്റിംഗ്സ് ഷെഡ്യൂൾ ചെയ്തു. ആ എല്ലാ മീറ്റിങ്ങിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടായിരുന്നു. വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ആ ഇൻ്റർവ്യൂ എനിക്ക് ഓരോ കോൾസും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു റേറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു ലെവൽ എനിക്ക് തന്നത് വിത്തിൻ 2 months അത് റിലീസ് ചെയ്തു. അതിൽ നിന്നും എനിക്ക് ഒരു പിന്നെ ആ പ്രോജക്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചു. അത് ആ പ്രതിസന്ധി തരണം ചെയ്ത പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ ഓർത്തു. ചിലപ്പോൾ ഞാൻ ഓർക്കും എന്തുകൊണ്ടാണ് എനിക്ക് അധികം കരച്ചിൽ വരാത്തത്. അപ്പോൾ ഞാൻ ഓർക്കും എൻ്റെ മാതാവിൻ്റെ ഒരു സംരക്ഷണമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ പറയുന്നത്, ഞാൻ ഒരു പുതിയൊരു ഏരിയയിലേക്ക് പ്രോജക്റ്റ് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്കത് സാധിക്കുമായിരുന്നില്ല. ഞാനൊരു പല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിലും അവർ ഇൻ്റർവ്യൂവിൽ തന്നെ ചോദിച്ചു, സെയിം ഏരിയ തന്നെ കണ്ടിന്യൂ ചെയ്താൽ പോരെ, എന്തിനാണ് പുതിയൊരു ഏരിയയിലേക്ക് വരുന്നത്. അങ്ങനെ ഞാനൊരു വിഷമസന്ധിയിൽ ഇരുന്നപ്പോൾ ഞാൻ മെയ് 5 ഞാനിവിടെ വന്ന് എൻ്റെ ഉടമ്പടി റിന്യൂ ചെയ്തിരുന്നു. അത് എൻ്റെ ഒരു നിയോഗമായിരുന്നു. എൻ്റെ ഈ ഒരു ഏരിയ പുതിയൊരു പ്രോജക്റ്റിൽ അല്ലെങ്കിൽ പുതിയൊരു ഏരിയയിൽ എനിക്കൊരു പുതിയൊരു പ്രോജക്റ്റ് കിട്ടണമെന്നുള്ളത്. May 6 റിട്രീറ്റിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ആരാധനമധ്യേ പറയുകയുണ്ടായി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഡിസംബറിനപ്പുറം പോവുകയില്ല എന്ന്. ഞാനത് ഉറച്ചു വിശ്വസിച്ചു. എനിക്ക് ഡിസംബർ 2nd വീക്കിൽ ഒരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂവിൽ വിശുദ്ധ വസ്തുക്കൾ ഞാൻ ഉപയോഗിച്ച്, വിശുദ്ധ തൈലവും വിശുദ്ധ ഉപ്പും ഞാൻ ഉപയോഗിച്ചിരുന്നു. ആ ഇൻ്റർവ്യൂ എനിക്ക് നന്നായിട്ട് അപ്പിയർ ചെയ്യാൻ സാധിച്ചു. എനിക്ക് പുതിയ പ്രോജക്റ്റായി. നാളെ എനിക്ക് ആ പ്രോജക്റ്റ് ഞാൻ ജോയിൻ ചെയ്യുകയാണ്. അപ്പം ഞാൻ മാതാവിന് കൊടുത്തൊരു വാക്കായിരുന്നു, പ്രോജക്റ്റ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് ഞാൻ സാക്ഷ്യം പറയുമെന്ന്. പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളത്, എൻ്റെ ഉടമ്പടി വഴി എൻ്റെ ഹസ്ബൻഡിന് ലഭിച്ചൊരു അനുഗ്രഹമാണ്. ഹസ്ബൻഡും വർക്ക് ചെയ്യുന്നത് IT മേഖലയിലാണ്. ഒരു US ബേസ്ഡ് കമ്പനിയിലാണ്. അവരുടെ കമ്പനി വേറൊരു കമ്പനി ഏറ്റെടുത്തു. അതിൻ്റെ പാർട്ടായിട്ട് പഴയ കമ്പനിയുടെ ഒരു ഷെയർ എമൗണ്ട് അവർ ക്യാഷായിട്ട് ഇഷ്യൂ ഉണ്ടായി. പക്ഷേ എംപ്ലോയീസിന് കിട്ടുന്ന ഷെയറിൻ്റെ ഒരു ഭാഗം US ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ സബ്മിറ്റ് ചെയ്യുകയുണ്ടായി. ആക്ച്വലി നമ്മൾ ഇന്ത്യയിലാണ് ആ ടാക്സ് എമൗണ്ട് പേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ US പേ ചെയ്തു, ഇന്ത്യയിലും പേ ചെയ്തു. അപ്പോൾ നമ്മുടെ ഒരു വലിയൊരു ഉത്തരവാദിത്വം ഉള്ളത് US നമ്മൾ പേ ചെയ്ത എമൗണ്ട് നമ്മളത് റീഫണ്ട് ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ അതിനുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം റീഫണ്ട് ക്ലെയിമിന് വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. അത് നമ്മൾ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിനെ കോൺടാക്റ്റ് ചെയ്തു. അവർ അപ്രൂവ് ചെയ്തു. അവർ ചെക്ക് ഇഷ്യൂ ചെയ്യുകയും ചെയ്തു. പക്ഷേ നമുക്ക് ആ ടൈമായിട്ട് നമുക്ക് ആ ചെക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ US ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ കോൺടാക്റ്റ് ചെയ്തു. അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ വീണ്ടും ആദ്യം ഇഷ്യൂ ചെയ്ത ചെക്ക് ക്യാൻസൽ ചെയ്തിട്ട് പുതിയൊരു ചെക്ക് ഇഷ്യൂ ചെയ്യുകയുണ്ടായി. എന്നാൽ അത് നമ്മൾക്ക് അവരയച്ചെങ്കിലും ഇത് ആക്ച്വലി നോർമൽ പോസ്റ്റൽ വഴിയാണ് അവർ അയക്കുന്നത്. അവരവിടെ നിന്ന് അയച്ചെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പ്രതിസന്ധി ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഇതൊരു നിയോഗമായിട്ട് എങ്ങനെ അത് നമ്മൾ ആ സിറ്റുവേഷൻ എങ്ങനെ അത് മുന്നോട്ട് പോകണമെന്ന് അറിയാതെ
ഇരിക്കുന്ന അവസ്ഥയിൽ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ നമുക്കൊരു പുതിയൊരു ആശയം ലഭിച്ചു. എന്നാൽ US-ലുള്ള റിലേറ്റീവ്സിൻ്റെ അഡ്രസ്സ് കൊടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ ആ ഒരു റിലേറ്റീവ്സിൻ്റെ അഡ്രസ്സ് കിട്ടുകയും അത് അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് കോൺടാക്ട് ചെയ്ത് അവർ അപ്രൂവ് ചെയ്യുകയും ചെയ്തു. അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്നിട്ട് അവർ ചെക്ക് ഇഷ്യൂ ചെയ്തു. അത് നമുക്ക് ആ എമൗണ്ട് ലഭിക്കുകയുണ്ടായി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വളരെയധികം നന്ദി പറയുന്നു. പിന്നെ നാലാമതായി എൻ്റെ ഒരു നിയോഗമായിരുന്നു, എൻ്റെ ഫാമിലി കുറച്ചും കൂടെ എൻ്റെ കൂടെ ഇരുന്ന് നിയോഗ പ്രാർത്ഥനയിലേക്ക് ചേരണമെന്നും. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഹസ്ബൻഡും ഇപ്പോൾ ഉടമ്പടിയിലാണ്. ലാസ്റ്റ് ജവമാല റാലിക്ക് തലേ ദിവസം വന്ന് എൻ്റെ ഹസ്ബൻഡും ഉടമ്പടി എടുത്തു. അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വളരെയധികം നന്ദി പറയുന്നു. ഉടമ്പടി വസ്തുക്കൾ വഴി വളരെയധികം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത്, എൻ്റെ ഹസ്ബൻഡിനൊരു നെക്കിൻ്റെ സ്റ്റിഫ്നെസ് ഉണ്ടായിരുന്നു. ഉടമ്പടി ഞങ്ങൾ എന്നും പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷവും ഈവനിങ് പ്രാർത്ഥനയ്ക്ക് ശേഷവും വിശുദ്ധ വസ്തുക്കൾ ഡെയിലി ഉപയോഗിക്കും. അത് മുഖേന ആ പെയിനിൽ നിന്നും സൗഖ്യം ലഭിച്ചു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ടെന്നീസ് കളിക്കുന്ന ഇടയിൽ നല്ലൊരു വീഴ്ചയുണ്ടായി. കൂടെ നിന്നവർ തന്നെ അത് പേടിച്ചു പോയി. പക്ഷേ വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം മൂലമുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. തലയിൽ ഒരു ചെറിയൊരു മുഴ മാത്രമേ ഉണ്ടായുള്ളൂ. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വളരെയധികം നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളുടെ ഭാഗമായിട്ട് ഞങ്ങൾ സ്ട്രീറ്റ് എല്ലാ വീക്കും ഒരു 10 പാക്കറ്റ്സ് ഓഫ് 10 അതിൽ കൂടുതൽ ഫുഡ് പാക്കറ്റ്സ്, ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഭാഗമായിട്ട് ആരെങ്കിലും വൃദ്ധരായ ആൾക്കാർ സ്ട്രീറ്റിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കർണാടക ഗവൺമെൻറ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കോൺടാക്ട് ചെയ്ത് അവരെ ഞങ്ങൾ മാക്സിമം അവിടെ സെൻഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന വഴി ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഓൺലി ഫുഡ് മാത്രമല്ല, മെഡിക്കൽ അറ്റൻഷനും അതുപോലെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുകയും അതുവഴിയായി. പിന്നെ ഞങ്ങൾ ഓൾഡ് ഏജ് ഹോം, ഓർഫനേജ്, പിന്നെ പാവപ്പെട്ടവരായി അവരെല്ലാം കണ്ടുപിടിച്ചിട്ട് അവർക്ക് വേണ്ട അവരോട് കോൺടാക്ട് ചെയ്ത് അവർക്ക് ആവശ്യമായ ഗ്രോസറീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. പിന്നെ മെഡിക്കൽ ആർക്കെങ്കിലും വയ്യാതെ അവശരായവർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ സപ്പോർട്ട്, മെഡിക്കൽ സപ്പോർട്ടും കൊടുക്കാറുണ്ട്, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് ഈ ഉടമ്പടിയിൽ വന്നത് മുഖേന ആത്മീയമായിട്ട് വളരെയധികം ഉയരാൻ സാധിച്ചു. ദിവസവും നമ്മുടെ ഫാമിലി പ്രേയർ ഞങ്ങൾ ഉടമ്പടിയിൽ വന്നതിന് ശേഷം മുടക്കിയിട്ടില്ല. യാത്രയിലാണെങ്കിലും ഞങ്ങൾ ഫാമിലി ഒരുമിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. പിന്നെ പേഴ്സണൽ പ്രേയേഴ്സ് അത് മുടക്കം കൂടാതെ നടക്കുന്നു. ഡെയിലി ബൈബിൾ വായിക്കാൻ സാധിക്കുന്നു. ഈ ഉടമ്പടിയിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു ഈ ഡെയിലി മുടക്കം കൂടാതെ ബൈബിൾ വായിക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന ന്യൂസ് ലെറ്റർ ഒരു മടിയും കൂടാതെ ഞങ്ങൾ കൊടുത്തു തീർക്കാറുണ്ട്. എൻ്റെ കയ്യിലെ പേപ്പർ എപ്പോൾ തീരുന്നുവോ ഞങ്ങൾ ബാംഗ്ലൂർ ഞാൻ കൊറിയർ വഴി വരുത്തി ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. ചിലക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതെല്ലാം ഈശോയെ പ്രതി ഞങ്ങൾ സഹിച്ച് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അഡീഷണലായിട്ട് പേപ്പറിൻ്റെ കൂടെ ഞാൻ മാതാവിൻ്റെ പ്രെയർ കാർഡ് പ്രിൻ്റ് ചെയ്തിട്ട് ഒരു സൈഡിൽ മാതാവിൻ്റെ പടവും ബാക്കി പ്രഭാത പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും പ്രിൻ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. 5 ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ അത് പ്രിൻ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. പിന്നെ മാതാവിൻ്റെ മെഡലിൻ്റെ റോസറി ഉണ്ടാക്കി അത് ഞാൻ കൊടുക്കുന്നു. പിന്നെ ആവശ്യമുള്ളവർക്ക് വിശുദ്ധ വസ്തുക്കളായ ഉപ്പും തൈലവും മെഡലും ഒക്കെ കൊടുക്കാറുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ ഭക്തൻ ഇത് ചെയ്യും, കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്നവനെ ജ്ഞാനം ലഭിക്കും. അമ്മയെപ്പോലെ അവൾ അവനെ സമീപിക്കും, നവവധുവിനെ പോലെ സ്വീകരിക്കും. നീതുമോളുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മളിവിടെ ശ്രവിച്ചുകൊണ്ടിരുന്നത്. നീതുമോൾ പറയുകയായിരുന്നു, ഞങ്ങളുടെ ഒരു ടഫായിട്ടുള്ള വളരെ സങ്കടകാലത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ വലിയ അത്ഭുതങ്ങളെക്കുറിച്ച്, വലിയ മാറ്റങ്ങളെക്കുറിച്ച്, വലിയ സൗഖ്യത്തെക്കുറിച്ച് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ കൃത്യമായി അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവർക്ക് നൽകിയ വലിയ സമാശ്വാസവും ഐശ്വര്യത്തെക്കുറിച്ച് ഉടമ്പടി കണ്ടൻറ്റുകളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ സാക്ഷ്യമായി നമുക്കിതിനെ കണക്കാക്കാവുന്നതാണ്.
ഇവർ രണ്ടുപേരും IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന നല്ല ജോലിക്കാരാണ്. അതിനാൽ തന്നെ IT കമ്പനി എന്ന് പറയുമ്പോൾ വളരെ കോമ്പറ്റേറ്റീവ് പീരിയഡ് ടൈം ആവശ്യമുള്ള ഒരു മേഖല കൂടിയാണ്. അതിനിടെ അവർക്ക് നീതുമോൾക്കുണ്ടായ ഒരു അപ്രൈസൽ നെഗറ്റീവ് റേറ്റിങ്ങിനെ സംബന്ധിച്ച് ഉണ്ടായ മാനേജറിൻ്റെയും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പരിശുദ്ധ അമ്മ എത്രമാത്രം അവരെ ഉയർത്തി, അവരുടെ ജീവിത നിലവാരം കൈപിടിച്ച് നടത്തിക്കൊണ്ട് ഉയർത്തിയ ഒരു വലിയ സാക്ഷ്യമാണിത്. നമ്മുടെ ഓരോ സങ്കടങ്ങളിലും പരിശുദ്ധ അമ്മയെ സമീപിച്ചുകൊണ്ട് ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു ജോലിയുടെ ഉയർച്ച മാത്രമല്ല, നമ്മൾ നിത്യതയിലേക്കാണ് ഈശോ നമ്മളെ ഉയർത്തുന്നത് എന്നതാണ് ഉടമ്പടി നമുക്ക് ഉറപ്പ് നൽകുന്നത്. നീതുമോളും ഹസ്ബൻഡും ഇവിടെ പറയുകയുണ്ടായി, അവരുടെ കാരുണ്യ പ്രവൃത്തികളും അവരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുമെല്ലാം അവർ പറയാൻ വിട്ടുപോയ സ്ഥിരീകരണ സമയത്ത് നൽകിയ ഒരു കാര്യം അവർ പറയാൻ വിട്ടുപോയതാണ്. അവർ റീഹാബിലേഷൻ സെൻറ്റർ പറഞ്ഞു അല്ലേ, റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് അലഞ്ഞു തിരിയുന്ന മക്കളെ അവർ കൊണ്ടുപോയി കർണാടക ഗവൺമെൻറ്റിനെ സമീപിച്ച്. അതൊരു വലിയ റിസ്ക് ഉള്ള ഒരു പ്രോജക്റ്റ് കൂടിയാണ്. അലഞ്ഞു തിരിയുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവരെ അലഞ്ഞു തിരിയുന്ന മക്കളെ അവർക്ക് ഷെൽട്ടർ കൊടുക്കുക എന്ന് മാത്രമല്ല, അവർക്ക് മെഡിക്കേഷൻ ഫെസിലിറ്റിയും അവരെ പരിചരിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇവർ ഏറ്റെടുത്തുകൊണ്ടാണ് ഒരു വലിയ ഈശോയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയ പ്രോജക്റ്റ് കാരുണ്യ പ്രവർത്തികളിലൂടെ ചെയ്യുന്നത്. ജോസഫ് അച്ഛൻ ഇന്ന് രാവിലെ ദിവ്യബലിയിൽ പറഞ്ഞതുപോലെ, നിങ്ങൾ എന്തു ചെയ്തു എന്നതല്ല, എന്തുകൊണ്ട് ചെയ്തു എന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോയ്ക്ക് വേണ്ടി ഞാൻ എങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ചെയ്തു. നിങ്ങളെനിക്ക് ഭക്ഷണം തന്നതും നിങ്ങളെനിക്ക് ദാഹിക്കാൻ തന്നതുമെല്ലാം നമ്മുടെ ഒരു സ്പിരിച്വൽ അക്കൗണ്ടിലേക്ക് പോകുന്ന ഒരു ആസ്തിയാണ്. നമ്മൾ നീതുമോളും കുടുംബവും ഇപ്പോൾ ഒരു ആസ്തി ഉണ്ടാക്കുന്ന പരിശ്രമത്തിലാണ്. ഉടമ്പടി നമ്മെ നയിക്കുന്നത് കത്തോലിക്ക ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ ആശ്വാസത്തിൻ്റെയും നമുക്ക് ലഭിക്കുന്ന ഈശോ നൽകുന്ന ഒരു ഗ്രേഡ് എത്രമാത്രം ഉയരുന്നു, നമ്മുടെ ഗ്രാഫ് എത്രമാത്രമാണെന്ന് ഈശോ തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാമ്മ നമ്മെ നേർച്ച വസ്തുക്കളിലൂടെ ഉപയോഗത്തിലൂടെ നമ്മെ എപ്പോഴും സൗഖ്യവും സമാധാനവും സാമീപ്യവും നൽകി ഇവരെ അനുഗ്രഹിച്ചതിൻ്റെ ഒരു വലിയ സാക്ഷ്യം കൂടിയാണ്. നമുക്കെപ്പോഴും നമുക്ക് ഈശോയിൽ അഭയം പ്രാപിക്കാം. ഈശോ ആണ് രക്ഷകനെന്ന് നാലാളുടെ മുൻപിൽ നാം സാക്ഷ്യം ഏറ്റു പറയുമ്പോൾ പിതാവിൻ്റെ മുമ്പിൽ ഈശോ നമുക്ക് വേണ്ടി സാക്ഷ്യം നൽകും. നമുക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നീതു പറയുകയായിരുന്നു, ടാക്സ് റീഫണ്ട് US നിന്ന് അവർക്ക് ലഭിച്ചത് തന്നെ ഒരു വലിയ അപ്രതീക്ഷിതമാണ്, അത് ഒരു അസാധ്യമായിരുന്നു. ലൂക്ക 1:37 പറയുന്നത് പോലെ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമ്മുടെ വചനങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം തന്നെ മാംസം ധരിക്കാനായി നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നമുക്ക് പ്രാർത്ഥിക്കാം, മാധ്യസ്ഥം അപേക്ഷിക്കാം. നമ്മുടെ എല്ലാ ജീവിത സങ്കടങ്ങളെയും നമ്മുടെ എല്ലാ അസാധ്യതകളെയും കാനായിലെ വിവാഹവിരുന്ന് പോലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ ഒഴിഞ്ഞുവിട്ടുള്ള എല്ലാ ജാറുകളും നിറഞ്ഞ് മാധുര്യമുള്ളതാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കാം. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഇവർക്ക് നൽകിയ ലഭിച്ച എല്ലാ അഭിഷേകങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.